അടുത്തായിട്ട് ഈ ഒരു ഫംഗ്ഷന്റെ ഡൊമൈൻ എങ്ങനെ കണ്ടുപിടിക്കുന്നതാണ് സാധാരണ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കാനായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഗ്രാഫുകളിൽ നിന്നല്ലാതെ റിലേഷൻ അല്ലാതെ ഫംഗ്ഷൻ എന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ടൈപ്പാണ്. ഇത് ചോദിക്കാൻ ഒരുപാട് മുമ്പൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്, കഴിഞ്ഞ എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഡൊമൈൻ എങ്ങനെ കണ്ടുപിടിക്കുന്നത് പല രീതിയിലാണ് ഫംഗ്ഷൻ ചോദിക്കും. ഒന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒന്ന് ഈ പോളിനോമിയൽ, സിമ്പിൾ പോളിനോമിയൽ അല്ലെങ്കിൽ നമ്മളെ ലീനിയർ ഫംഗ്ഷൻ, പോളിനോമിയൽ അല്ലെങ്കിൽ ലീനിയർ ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ, ഈ ഫംഗ്ഷന്റെ എല്ലാം ഡൊമൈൻ ആയിട്ട് നമ്മൾ എടുക്കുന്നത് റിയൽ നമ്പർ ആണ്. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ പോളിനോമിയൽ ഫംഗ്ഷൻ. ലീനിയർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ലീനിയർ ഫംഗ്ഷൻ y mx + c എന്ന ഫോമിൽ എഴുതാൻ പറ്റുന്ന ഫംഗ്ഷൻ ആണ് ലീനിയർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഉദാഹരണം y 2x + 2 ഇതൊരു ഫംഗ്ഷൻ ആണ്. y എന്ന് പറയുന്നത് f(x) ആയാലും മതി കേട്ടോ. y എന്ന് പറയുന്നത് ജനറൽ ഫോം ആണ്. ഇപ്പൊ m ന്റെ സ്ഥാനത്ത് എന്ത് കിടക്കുന്നു? 2 കിടക്കുന്നു. ഇവിടെ c യുടെ സ്ഥാനത്ത് കിടക്കുന്നു 2 കിടക്കുന്നു. അപ്പൊ ഇതൊരു ലീനിയർ ഫംഗ്ഷൻ ആണ്. വേറെ ഫംഗ്ഷൻ y 3x - 2. അപ്പൊ ഇതിനകത്ത് m ന്റെ സ്ഥാനത്ത് എത്ര കിടക്കുന്നു? 3 കിടക്കുന്നു. c യുടെ സ്ഥാനത്ത് -2 കിടക്കുന്നു. അപ്പൊ വേണമെങ്കിൽ y x - 1. ഇവിടെ m ന്റെ സ്ഥാനത്ത് കിടക്കുന്നത് 1 ആണ്, c യുടെ സ്ഥാനത്ത് -1 ആണ്. അപ്പൊ ഇങ്ങനെ ലീനിയർ ഫംഗ്ഷന്റെ ഗ്രാഫുകളൊക്കെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, അതിനെ പറ്റി നമ്മൾ ലീനിയർ ഇൻഇക്വാലിറ്റി നമ്മൾ ആദ്യം പഠിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ലീനിയർ ഫംഗ്ഷനൊക്കെ നമുക്ക് x ന് ഏത് വാല്യൂ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. അപ്പൊ ഇങ്ങനെയുള്ള ലീനിയർ ഫംഗ്ഷന്റെ എല്ലാം ഡൊമൈൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? റിയൽ നമ്പർ തന്നെ ആയിരിക്കും. ഓക്കെ, ലീനിയർ ഫംഗ്ഷന്റെ ഡൊമൈൻ ആയിട്ട് നമുക്ക് എന്തെടുക്കാം? എല്ലാ റിയൽ നമ്പർക്കും നമുക്ക് എന്താണ് ലീനിയർ ഫംഗ്ഷൻ? 2x + 3, 3x + 4, 3x - 6, 3x, 2x ഇങ്ങനെയുള്ള ഏത് നമ്പർ വന്നാലും y 2x, y x ഇതൊക്കെ നമ്മൾ പഠിച്ചാണ്. y x എന്ന് പറയുന്നത് ഐഡന്റിറ്റി ഫംഗ്ഷന്റെ ഗ്രാഫാണ്. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ ഫംഗ്ഷന്റെയും ഡൊമൈൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? R ആണ്, സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് തന്നെയാണ്. അവിടെ അല്ലെങ്കിൽ സെറ്റ് ഒന്ന് R എന്ന് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. എന്താണ്? -∞ to ∞ എന്ന് വെച്ചാൽ ഏത് -∞ എന്ന് വെച്ചാൽ നെഗറ്റീവ് നമ്പേഴ്സ് എല്ലാം, ഇങ്ങോട്ടുള്ള പോസിറ്റീവ് നമ്പേഴ്സ് എല്ലാം, അതായത് എല്ലാ നമ്പറും വരും. -∞ ഇടയ്ക്കുള്ള എല്ലാ നമ്പേഴ്സും വരും. ഇങ്ങനെയുള്ള എല്ലാ ഇതാണ് ലീനിയർ ഫംഗ്ഷൻ. ലീനിയർ ഫംഗ്ഷന്റെ എല്ലാ ഫംഗ്ഷന്റെയും ഡൊമൈൻ ആയിട്ട് നമ്മൾ എടുക്കുന്നത് എന്താണ്? എസ്പെഷ്യൽ കേസ് ഒഴികെയുള്ള ബാക്കി നോർമൽ ആയിട്ടുള്ള എല്ലാ ഫംഗ്ഷന്റെയും ഡൊമൈൻ ആയിട്ട് നമ്മൾ R ആണ് എടുക്കുന്നത്. ഓക്കെ, അതേപോലെ നമുക്ക് ഇതിനകത്ത് ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ, നമ്മുടെ 2-3 ഗ്രാഫുകൾ പോളിനോമിയൽ ഫംഗ്ഷനൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഏതാണ് നമ്മൾ പഠിച്ച 2-3 ഗ്രാഫ്? y x² പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ f(x) നമ്മുടെ x³. അപ്പൊ നിങ്ങൾ എല്ലാ 2-3 ഗ്രാഫ് x² + 1, f(x) 2x² - 1 ഇങ്ങനെയൊക്കെയുള്ള ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ. f(x) x⁴ + 5x + 3x 5x² 3x + 2 ഇതൊക്കെ നമ്മൾ പോളിനോമിയൽസ് 10ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഏത് ഫംഗ്ഷൻ എടുത്താലും ഇങ്ങനെയുള്ള എല്ലാ ഫംഗ്ഷന്റെയും ഡൊമൈൻ ആയിട്ട് എന്ത് തന്നെ വരും? പോളിനോമിയൽ ഫംഗ്ഷന്റെയും ഡൊമൈൻ ആയിട്ട് നമുക്ക് എന്താണ് വരുന്നത്? R തന്നെയാണ്. പോളിനോമിയൽ ഫംഗ്ഷന്റെയും ലീനിയർ ഫംഗ്ഷന്റെയും ഡൊമൈൻ ആയിട്ട് നമ്മൾ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്, അതായത് -∞ to ∞ ആണ് ഡൊമൈൻ ആയിട്ട് എടുക്കുന്നത്. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ തോന്നരുത്. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ തന്നാൽ ഡൊമൈൻ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് തന്നെ എടുക്കുക? റിയൽ നമ്പറിനെ എടുക്കുക. പിന്നെ അവന് ചില എക്സ്പ്രഷൻ കേസുകളൊക്കെ തരാം, x > 0 അങ്ങനെയൊക്കെ തന്നു കഴിഞ്ഞാൽ ഡൊമൈൻ മാറും. അല്ലാതെ അവർ പ്രത്യേകിച്ച് എക്സിന്റെ വാല്യൂ ഒന്നും തരുന്നില്ല, ഏതിനും ഇടയിലൊന്നും തരുന്നില്ല എങ്കിൽ ഇതിന്റെ എല്ലാ ആൻസർ ഡൊമൈൻ ആയിട്ട് റിയൽ നമ്പർ വരും. എക്സ്പ്രഷൻ കേസ് ഇങ്ങനെയൊക്കെ തരയാണെങ്കിൽ ഡൊമൈൻ ആറല്ല. ഇങ്ങനെ തരുന്നു, ഇപ്പൊ x > 0 0ത്തെക്കാട്ടും മേലുള്ള സംഖ്യകൾ എടുക്കാൻ മാത്രം പറയുന്നുണ്ട്. അങ്ങനെ തരുന്നെങ്കിൽ ഡൊമൈൻ മാറും. അല്ലാത്ത പക്ഷം ഇങ്ങനെയുള്ള എല്ലാ ഫംഗ്ഷന്റെയും ഡൊമൈൻ ആയിട്ട് എന്ത് തന്നെ എടുക്കണം? റിയൽ നമ്പേഴ്സ് -∞ to ∞ ആണ് എടുക്കുന്നത്. ഓക്കെ, അടുത്തായിട്ട് റാഷണൽ ഫംഗ്ഷൻ ആണ്. റാഷണൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷന്റെ f(x) എന്ന ഫംഗ്ഷൻ p(x) / q(x) ഈ രീതിയിൽ എഴുതുന്ന ഫംഗ്ഷൻ ആണ് റാഷണൽ ഫംഗ്ഷൻ. അപ്പൊ റാഷണൽ ഫംഗ്ഷന്റെ ഒരു ഫംഗ്ഷന്റെ ഗ്രാഫ് നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, എന്തിനാണ് f(x) എന്ന് പറഞ്ഞാൽ എന്തിനാണ്? p(x) / എന്തിനാണ്? q(x). ഓക്കെ, അപ്പൊ ഇതൊരു കാര്യം മനസ്സിലാക്കുക, ഈ റാഷണൽ ഫംഗ്ഷൻ ഒക്കെ ചെയ്യുമ്പോൾ ഇതിൽ ഡിനോമിനേറ്റർ ഒരിക്കലും എന്താവാൻ പാടില്ല? 0 ആവാൻ പാടില്ല. അപ്പൊ ഡിനോമിനേറ്റർ 0 കൊടുക്കുന്ന ഒരു വാല്യൂ എന്ത് ചെയ്യരുത്? റാഷണൽ ഫംഗ്ഷനിൽ വരാൻ പാടില്ല. അപ്പൊ റാഷണൽ ഫംഗ്ഷന്റെ ഒക്കെ ഡൊമൈൻ ആയിട്ട് വരുന്നത് ഡൊമൈൻ എന്ന് പറയുന്നത് റിയൽ നമ്പർ തന്നെ. ഓക്കെ, ഡൊമൈൻ ആയിട്ട് നമ്മൾ റിയൽ നമ്പർ തന്നെയാണ് എടുക്കുന്നത്. പക്ഷേ ഒരു കുഴപ്പമുണ്ട്, അവിടെ നിന്ന് വാല്യൂ ഓഫ് x in which q(x) = 0. ഓക്കെ, അതാണ് നമുക്ക് ഈ റാഷണൽ ഫംഗ്ഷന്റെ ഒക്കെ ഡൊമൈൻ. അതായത് റിയൽ നമ്പർ തന്നെയാണ് പോളിനോമിയലിന്റെയും ലീനിയർ
ഫംഗ്ഷനെ പോലെ റിയൽ നമ്പർ തന്നെയാണ് ഡൊമെയിൻ, പക്ഷെ ഒരു കേസ് റിയൽ നമ്പറിന് ആരെങ്കിലും പോവും. സെറ്റ് ഓഫ് എക്സിന് ഏതെങ്കിലും വാല്യൂ കൊടുത്താൽ 0 കിട്ടാൻ പാടില്ല. ആ വാല്യൂ ഇവിടെ നിന്ന് എന്ത് ചെയ്യണം? ആ റിയൽ നമ്പറിൽ നിന്ന് മൈനസ് ചെയ്യണം. അതാണ് ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതാണ് കൂടുതൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഏതെങ്കിലും റാഷണൽ ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ ചാടിക്കേറി എന്ത് കൊടുക്കരുത്? ആ റിയൽ നമ്പർ കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ആലോചിക്കണം, ഡിനോമിനേറ്റർ 0 വരാൻ പറ്റുന്ന ഒരു വാല്യൂ എന്ത് ചെയ്യാൻ പാടില്ല? കൊടുക്കാൻ പാടില്ല. അത് തെറ്റാണ്. ഓക്കെ, അങ്ങനെയുള്ള വാല്യൂ മാത്രം കൊടുക്കരുത്. ഓക്കെ, നമുക്ക് രണ്ടൊന്ന് കണക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് തന്നെ രണ്ടൂന്ന് കണക്ക് ചെയ്യുമ്പോൾ അത് എങ്ങനെയാണെന്ന് മനസ്സിലാവും. ഓക്കെ, അതിന്റെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഒക്കെ വെച്ച് നമ്മൾ ചെയ്യുന്നതാണ്. ഒന്നാമത്തെ കണക്ക് f of x is equal to 1 divided by x minus 2. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ തന്നിട്ട് ഇതിന്റെ ഡൊമൈൻ എഴുതാൻ പറഞ്ഞാൽ ഡിനോമിനേറ്റർ എന്താവാൻ പാടില്ല? 0 ആവാൻ പാടില്ല. അപ്പൊ ഡിനോമിനേറ്റർ 0 ആവുന്ന x ന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കും. അപ്പൊ x ഡിനോമിനേറ്റർ 0 ആക്കി വെക്കുക. അപ്പൊ x minus 2 is equal to 0. അപ്പൊ x is equal to എന്ത് കിട്ടും? 2 കിട്ടും. അതായത് ഈ ഫംഗ്ഷനില് x ന് 2 കൊടുത്താൽ ഈ ഫംഗ്ഷന്റെ വാല്യൂ എന്താവും പിള്ളേരെ? 0. അപ്പൊ x ന് എന്ത് കൊടുക്കാൻ പാടില്ല? 0 കൊടുക്കാൻ പാടില്ല, അതായത് 2 കൊടുക്കാൻ പാടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഡൊമൈൻ എങ്ങനെ എഴുതാം? ബാക്കി ഏത് നമ്പർ വേണമെങ്കിലും x ന് കൊടുക്കാം. x ന് 2 കൊടുത്താൽ 1/0 ആവും. 1/0 എന്ന് വെച്ചാൽ ഫംഗ്ഷനിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഒരു ഫംഗ്ഷന്റെയും ഡിനോമിനേറ്ററിൽ എന്ത് വരാൻ പാടില്ല? 0 വരാൻ പാടില്ല. അതുകൊണ്ട് നമുക്ക് ഈ ഫംഗ്ഷനിൽ എന്ത് കൊടുക്കാൻ പറ്റില്ല? x ന് ഡൊമൈൻ ആയിട്ട് എല്ലാ നമ്പറും കൊടുക്കാം, പക്ഷെ ആര് കൊടുക്കരുത്? 2 കൊടുക്കാൻ പാടില്ല. അപ്പൊ ഡൊമൈൻ ആയിട്ട് എഴുതുമ്പോൾ നമുക്ക് റിയൽ നമ്പർ തന്നെ എഴുതാം, പക്ഷെ കുഴപ്പമുണ്ട്, ആര് കൊടുക്കരുത്? അവിടുന്ന് ആരങ്ങ് മൈനസ് ചെയ്യണം? 2 അങ്ങ് മൈനസ് ചെയ്യണം. ഇതാണ് അതിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? 2 കൊടുക്കാൻ പാടില്ല. വേറൊരു കണക്ക് ചെയ്യാം, നോക്ക്. ഓക്കെ, f of x is equal to 1 by x square minus 4. ഓക്കെ, ഈ കണക്കും ഇതേ കണക്ക് തന്നെയാണ്, ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ തന്നെയാണ്. നമുക്ക് നോക്കാം, ഡിനോമിനേറ്ററിൽ 0 വരാൻ പാടില്ല, ബാക്കി എല്ലാ റിയൽ നമ്പറും വരാം. അപ്പൊ ഡിനോമിനേറ്റർ ആർക്ക് ഇക്വേറ്റ് ചെയ്യാം? നമുക്ക് ആ 0 ക്ക് ഇക്വേറ്റ് ചെയ്യാം. x square minus 4 is equal to 0. x square is equal to 4, x is equal to plus or minus എത്ര? √4 plus or minus 2. ഇപ്പൊ x ന്റെ വാല്യൂ 2 കൊടുത്താലും -2 കൊടുത്താലും ഡിനോമിനേറ്റർ 0 ആയി പോകും. ഞാൻ 2 കൊടുക്കുകയാണ്. 2 ന്റെ സ്ക്വയർ -4, 4 - 4 0. 2 കൊടുത്താൽ ഡിനോമിനേറ്റർ എന്തായി പോകും? 0 ആയി പോകും. 2 അല്ല, ഞാൻ ഇപ്പോ കൊടുക്കുകയാണ്, -2 കൊടുക്കുകയാണ്. -2 ന്റെ സ്ക്വയർ എത്രയാണ്? 4. 4 - 4 0. ഇപ്പൊ x ന് എന്ത് കൊടുക്കാൻ പാടില്ല? 2 കൊടുക്കാൻ പാടില്ല, -2 കൊടുക്കാൻ പാടില്ല. അതൊഴിച്ച് ഏത് റിയൽ നമ്പർ വേണമെങ്കിലും ഡിനോമിനേറ്ററിൽ x നായിട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ എന്താണ് ഇവിടെ ചെയ്യുമ്പോൾ? അപ്പൊ ഇവിടുത്തെ ഡൊമൈൻ എന്ന് പറയുമ്പോൾ 6 തന്നെയാണ്, പക്ഷെ ഒരു കുഴപ്പമുണ്ട്. അതിനകത്ത് ആരൊക്കെ കൊടുക്കാൻ പാടില്ല? -2 കൊടുക്കാൻ പാടില്ല, 2 കൊടുക്കാൻ പാടില്ല, ബാക്കി എല്ലാ വാല്യൂ കൊടുക്കുക. അതാണ് ഈ ഫംഗ്ഷന്റെ ഡൊമൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അടുത്ത ചോദ്യം, വേറൊരു ചോദ്യം കൂടെ നോക്കാം. f of x is equal to 1 by 2 plus x. ഓക്കെ, ഈ ഫംഗ്ഷൻ നമുക്ക് കൊടുക്കുമ്പോൾ ഇതിനകത്ത് ഡിനോമിനേറ്റർ എന്താവാൻ പാടില്ല? 0 ആവാൻ പാടില്ല. അപ്പൊ എത്ര? 2 plus x is equal to 0. അപ്പൊ x 2 നെ അപ്പുറത്താവുമ്പോൾ x is equal to എന്ത്? -2. അപ്പൊ x നമുക്ക് എന്ത് കിട്ടി? -2 കിട്ടി. അപ്പൊ ഈ ഫംഗ്ഷനിൽ x ന് -2 കൊടുത്താൽ ഈ ഫംഗ്ഷന്റെ വാല്യൂ എന്തായി പോകും? 0 ആയി പോകും. 2 - 2. അപ്പൊ ഡിനോമിനേറ്റർ എന്തായി പോകും? 0 ആയി പോകും. കാരണം ഡിനോമിനേറ്റർ 0 ആവാൻ പാടില്ല. അപ്പൊ ഡൊമൈൻ എന്ന് പറയുന്നത് റിയൽ നമ്പർ തന്നെയാണ്, അതിന് ആരങ്ങ് പോകും? -2 അങ്ങ് പോകും. ഇതാണ് ഡൊമൈൻ ഈസ് ഈക്വൽ ടു r മൈനസ് സെറ്റ് -2. ഓക്കെ, അതാണ് ഈ ഫംഗ്ഷന്റെ. ഓക്കെ, ഡൊമൈൻ ഈസ് ഈക്വൽ ടു r മൈനസ് സെറ്റ് -2. -2 അവിടെ കൊടുക്കാൻ പാടില്ല. ഓക്കെ, അടുത്തത് വേറൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ വരുന്ന കണക്കാണ്. ഇതൊക്കെയാണ് ഇതേ കണക്കൊരു ടൈപ്പാണ് കഴിഞ്ഞ വർഷം ചോദിച്ചത്. അപ്പൊ നിങ്ങൾക്ക് ആ കണക്ക് ഞാൻ എഴുതാം. ഇത് 2015 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഈ തരുന്നത്. ഓക്കെ, ന്യൂമറേറ്ററിൽ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്, ഡിനോമിനേറ്ററിൽ അത് തന്നെ x² - 5x + 4. ഓക്കെ, അപ്പൊ നമ്മുടെ കണ്ടീഷൻ എന്താണ്? ഇത് ഡിനോമിനേറ്ററിൽ 0 വരാൻ പാടില്ല, അതാണ് നമ്മുടെ കണ്ടീഷൻ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഡിനോമിനേറ്റർ 0 ആവോ ഇല്ലയോ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഡിനോമിനേറ്റർ നമുക്ക് ആർക്ക് ഇക്വേറ്റ് ചെയ്യാം? x² - 5x + 4 is equal to 0. ഓക്കെ, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഫാക്ടർ ആയിട്ട് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം ഇതിനെ? x - 4 × x - 1 is equal to 0, x is equal to 4, അല്ലെങ്കിൽ
x minus 4 is equal to 0 അല്ലെങ്കിൽ x minus 1 is equal to 0. അപ്പോൾ x ന്റെ വാല്യൂ എന്ത് കിട്ടും? ഒന്ന് x ന്റെ വാല്യൂ 4 കിട്ടും, ഒന്ന് x ന്റെ വാല്യൂ എത്ര കിട്ടും? 1 കിട്ടും. ഒരു കണ്ടീഷൻ മനസ്സിലാക്കുക, ഞാൻ ഈ ഇക്വേഷൻ സോൾവ് ചെയ്തത് ഷോർട്ട് കട്ട് മെത്തേഡ് ഉപയോഗിച്ചാണ്, മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്താണ് ചെയ്തത്. നിങ്ങൾക്ക് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യാൻ എല്ലാവർക്കും അറിയാം, -b + or - √b² - 4ac whole divided by 2 എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്, 10ാം ക്ലാസ് പഠിച്ചതാണ്. ആ ഇക്വേഷൻ ഇട്ട് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് x ന് കിട്ടുന്ന വാല്യൂ 1 ഉം 4 ഉം ആയിരിക്കും. ആ 1 കൊടുത്താലും 4 കൊടുത്താലും ഡിനോമിനേറ്റർ എന്തായി പോകും? 0 ആയി പോകും. അപ്പോൾ ഡിനോമിനേറ്റർ 0 ആവാൻ പാടില്ല. അപ്പോൾ ഡൊമെയ്നിലെ ഡിനോമിനേറ്റർ ഡൊമെയ്നായിട്ട് x ന് വാല്യൂ കൊടുക്കുമ്പോൾ ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം. അപ്പോൾ ഡിഫൈൻ ചെയ്യാതാവരുത്. അതുകൊണ്ട് ഡൊമെയ്നായിട്ട് 6 തന്നെയാണ്, പക്ഷെ 6 കൊടുക്കാൻ പാടില്ല, 1 ഉം 4 ഉം കൊടുക്കാൻ പാടില്ല. 1 ഉം 4 ഉം കൊടുത്താൽ ഫംഗ്ഷൻ നോട്ട് ഡിഫൈൻഡ് ആണ്. ഈ ഫംഗ്ഷനിൽ ഡൊമെയ്നായിട്ട് വരുന്നത് റിയൽ നമ്പർ തന്നെയാണ്, പക്ഷെ അതിന് 1 ഉം 4 ഉം കൊടുക്കാൻ പാടില്ല. 1 ഉം 4 ഉം എങ്ങനെ കിട്ടി? ഡിനോമിനേറ്റർ കിക്കേറ്റ് ചെയ്തു, 0 കിക്കേറ്റ് ചെയ്തു. ഡിനോമിനേറ്റർ 0 കിക്കേറ്റ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? x ന്റെ വാല്യൂ 1. x ന്റെ വാല്യൂ 1 ഇവിടെ കൊടുത്താൽ നമ്മൾ അറിയാം, 1 ന്റെ സ്ക്വയർ 1 മൈനസ് 5 × 1 + 1, 1 - 5 + 1, 4 ഒന്നുകൂടെ കിട്ടുമ്പോൾ 5 - 5 0. കണ്ടോ? ഡിനോമിനേറ്ററിൽ 1 കൊടുത്താൽ 0, x ന് 1 കൊടുത്ത വാല്യൂ 0, 4 കൊടുത്താലും വാല്യൂ എന്താവും? 0. 1 ഉം 4 ഉം കൊടുക്കാൻ പാടില്ല, ബാക്കി ഏത് വാല്യൂ വേണമെങ്കിലും എന്ത് ചെയ്യാം? കൊടുക്കാം. ഒരു കണക്കൂടെ നോക്കാം. ഇതും ഈ ടൈപ്പ് നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് തരുന്നത്. ഓക്കെ, അടുത്തൊരു ടൈപ്പ് അല്ല, ഇതിന്റെ സെയിം ടൈപ്പ് അല്ല, ഒരു പ്രോബ്ലം കൂടെ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി തരും. ഓക്കെ, അപ്പൊ അതിനകത്ത് f of x is equal to 2x divided by x² minus 7x plus 10. ഓക്കെ, ഇത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ തന്നെയാണ്, അതിൽ തേർഡ് ഡിഗ്രി ഇക്വേഷൻ ഒന്നും ചോദിക്കാൻ ചാൻസ് ഇല്ല. അപ്പൊ ഇത് x² minus 7x plus 10 equal to 0. ഓക്കെ, അപ്പൊ അത് നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് x minus 5 into x minus 2 ആണ് 0. രണ്ട് നമ്പർ ആഡ് ചെയ്യുമ്പോൾ ആര് കിട്ടണം? -7 കിട്ടണം. രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആര് കിട്ടണം? 10 കിട്ടണം. അങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്. രണ്ട് നമ്പർ ആഡ് ചെയ്യുമ്പോൾ -7, രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കോൺസ്റ്റന്റ് കിട്ടും. ഏതൊക്കെയാണ് രണ്ട് നമ്പർ? a ആയിട്ട് നമുക്ക് -5, b ആയിട്ട് -2 എടുക്കും. ഈ -2 -5 കൂട്ടുമ്പോൾ എത്ര കിട്ടും? -7, -2 -2 ഗുണിച്ചാൽ എത്ര കിട്ടും? 10 കിട്ടും. ആ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പൊ x - 5 × x - 2, x ന്റെ വാല്യൂ നമുക്ക് 2 ഉം 5 ഉം കിട്ടും. ഇപ്പോൾ ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്, ഇത് നിങ്ങൾക്ക് ഈ രീതി ചെയ്യാൻ അറിഞ്ഞുണ്ടെങ്കിൽ നിങ്ങൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ വെച്ച് ചെയ്യാം. അപ്പൊ x ന് 2 കൊടുത്താലും 5 കൊടുത്താലും ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. x ന്റെ വാല്യൂ എന്തൊന്നും കൊടുക്കാൻ പാടില്ല, 2 ഉം 5 ഉം കൊടുക്കാൻ പാടില്ല. അപ്പൊ ഇതിന്റെ ഡൊമെയ്ൻ ആയിട്ട് വരുന്നത് ആരാണ്? ഡൊമെയ്ൻ ഈസ് ഈക്വൽ ടു r മൈനസ് സെറ്റ് 2, 5. ഇതാണ് അതിന്റെ ഡൊമെയ്ൻ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത വേറെ റാഷണൽ ഫംഗ്ഷന്റെ വേറെ ടൈപ്പ് ആണ് അടുത്തായിട്ട് ഈ 3x - 2 ഇതൊക്കെ. ഓക്കെ, ഇത് റാഷണൽ ഫംഗ്ഷൻ ആണ്. ഇവിടെ നമുക്ക് ഏതൊക്കെ നമ്പർ കൊടുക്കാം എന്നുള്ളത് ഇവിടെ റിയൽ നമ്പേഴ്സ് ആണ്, പക്ഷെ ഡിനോമിനേറ്റർ 0 ആവുമ്പോൾ അപ്പൊ ഡിനോമിനേറ്റർ 0 നമുക്ക് 3x - 2 നെ 0 കിക്കേറ്റ് ചെയ്യാം. അപ്പൊ 3x = 2, x = 2/3. അപ്പൊ x ന് 2/3 കൊടുത്താൽ ഡിനോമിനേറ്റർ എന്താവും പിള്ളേരെ? 0. അപ്പൊ x ന് എന്ത് കൊടുക്കാൻ പാടില്ല? 0 വരാൻ പാടില്ല, ഡിനോമിനേറ്റർ 0 ആവാൻ പാടില്ല. അപ്പൊ x ന് 2/3 കൊടുക്കാൻ പാടില്ല. ഇവിടെയും ഡൊമെയ്ൻ എന്ന് പറയുന്നത് റിയൽ നമ്പർ ആണ്, അവിടെ നിന്ന് ആരങ്ങ് പോണം? 2/3 എന്ന് പറയുന്ന വാല്യൂ അവിടെ എന്ത് ചെയ്യാൻ പാടില്ല? വരാൻ പാടില്ല. ഓക്കെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ ഞാൻ തരാം, ഇതിപ്പോ നേരത്തെ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ ഡിനോമിനേറ്ററിൽ 0 വരാൻ പാടില്ല, റാഷണൽ ഫംഗ്ഷൻ്റെതാണ്. ഓക്കെ, അടുത്ത വേറെ ക്വസ്റ്റ്യൻ ആണ്ടേ f of x is equal to 3x divided by x² minus 60. ഓക്കെ, ഇവിടെ ഡിനോമിനേറ്റർ എന്ത് വരാൻ പാടില്ല? 0 വരാൻ പാടില്ല. അപ്പൊ ഡിനോമിനേറ്റർ 0 ക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പൊ x² - 16 is equal to 0. അപ്പൊ x² is equal to എത്രയാണ്? 16 ആണ്. അപ്പൊ x കണ്ടുപിടിക്കുമ്പോൾ +or -4 ആണ് കിട്ടുന്നത്. അപ്പൊ x ന് 4 കൊടുക്കാൻ പാടില്ല, -4 കൊടുക്കാൻ പാടില്ല. അപ്പോഴത്തെ ഡൊമെയ്ൻ എന്ന് പറയുന്നത് റിയൽ നമ്പർ തന്നെയാണ്. റിയൽ നമ്പർ 4 വരാൻ പാടില്ല, -4 ഉം 4 ഉം വരാൻ പാടില്ല. ഓക്കെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നോക്കുക. x ന് ഏതെങ്കിലും വാല്യൂ കൊടുത്ത് ഡിനോമിനേറ്റർ 0 ആവാൻ പാടില്ല. ഡിനോമിനേറ്റർ 0 ആയ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഡൊമെയ്ൻ ആയിട്ട് നമ്മൾ റിയൽ നമ്പർ എടുക്കും, അതിൽ നിന്ന് ഡിനോമിനേറ്റർ 0 ആവുന്ന x ന്റെ വാല്യൂ എന്ത് ചെയ്യുക? മൈനസ് ചെയ്ത് മാറ്റുക. ഓക്കെ, അടുത്തൊരു ചോദ്യം നോക്കാം. അതൊരു f of x is equal to 2/x² plus 4. ഓക്കെ, ഇതിനകത്ത് നമുക്ക് നോക്കാം. x² plus 4 equal to 0. ഓക്കെ, ഇത് ഒരിക്കലും 0 ആവത്തില്ല.
അത് നിങ്ങൾക്ക് തന്നെ അറിയാം. ഇപ്പൊ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് 4. ഇവിടെ എക്സിന് പെർഫെക്റ്റ് ആയിട്ട് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. എക്സ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് മൈനസ്. റൂട്ടിനകത്ത് എന്ത് വരാൻ പാടില്ല? ആ മൈനസ് വരാനായിട്ട് പാടില്ല. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഈ എക്സിന് ഏത് വാല്യൂ കൊടുത്താലും എന്താണ്? ആ പോസിറ്റീവ് ആണ്. പ്ലസ് ചിഹ്നമാണ് ഇവിടെ ഇട്ടേക്കുന്നത്. അതുകൊണ്ട് എക്സിന് 0 കൊടുത്താലും ഡിനോമിനേറ്ററിൽ 0 പ്ലസ് 4 വരത്തുള്ളൂ. അപ്പൊ എക്സിന് ഞാൻ -2 കൊടുത്താലും 4 പ്ലസ് 4 8 വരത്തുള്ളൂ. ഈ കേസിൽ ഡിനോമിനേറ്റർ ഒരിക്കലും 0 ആവത്തില്ല. എക്സിന് ഏത് വാല്യൂ ആണ് കൊടുക്കുന്നത്? കാരണം എക്സ് സ്ക്വയറിന്റെ അടുത്ത് കിടക്കുന്നത് എന്താണ്? ആ പ്ലസ് ആണ്. അവിടെ എക്സ് സ്ക്വയർ പ്ലസ് 4 ഈസ് ഈക്വൽ ടു 0 ഇക്വേറ്റ് ചെയ്താൽ ആരുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. എക്സിന്റെ വാല്യൂ അവിടെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യന്റെ ഡൊമൈൻ എന്ത് തന്നെയാണ്? റിയൽ നമ്പർ തന്നെയാണ്. ഓക്കെ, ഇത് ശ്രദ്ധിച്ചിരിക്കുക. എക്സ് സ്ക്വയർ -4 ആണെങ്കിൽ നമുക്ക് ചെയ്യാം. എക്സ് സ്ക്വയർ പ്ലസ് 4 ആണെങ്കിൽ അവിടെ എക്സിന് ഏത് വാല്യൂ ഇട്ട് കൊടുത്താലും ആ ഫംഗ്ഷന്റെ വാല്യൂ എന്തേ എടുത്തുള്ളൂ? ഡിഫൈൻ ചെയ്യാൻ പറ്റും. അവിടെ എക്സിന് ഏത് വാല്യൂ കൊടുത്താലും ഡിനോമിനേറ്റർ 0 ആവത്തില്ല. ഓക്കെ, അതൊരു കേസ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ മുമ്പ് പണ്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ അങ്ങനെ ചോദിക്കാറൊന്നുമില്ല, നിങ്ങൾക്ക് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഡിനോമിനേറ്റർ 0 ആവാതെ നോക്കുക. അങ്ങനെയുള്ള എക്സിന്റെ വാല്യൂ റിയൽ നമ്പറിൽ മൈനസ് ചെയ്യുക. ഈ ക്വസ്റ്റ്യനിൽ ആ ഒരു കേസ് ഇല്ല. ഓക്കെ, അടുത്തായിട്ട് റൂട്ട് വരുന്നതാണ്. റൂട്ടിനകത്ത് ഫംഗ്ഷൻ പറയുന്ന ടൈപ്പാണ്. അടുത്തായിട്ട് ഫംഗ്ഷൻ ഇൻസൈഡ് ദ റൂട്ട്. അപ്പൊ നമുക്ക് ഒരു റൂട്ടിനകത്ത് ഒരു ഫംഗ്ഷൻ വരുന്നു. f of x is equal to ഒരു ഫംഗ്ഷൻ റൂട്ട് f of x ആണ് എങ്കിൽ ഈ റൂട്ടിനകത്ത് എപ്പോഴും ഫംഗ്ഷന്റെ വാല്യൂ ഒന്നി 0 വരാം, അല്ലെങ്കിൽ 0ത്തെക്കാളും കൂടുതൽ വരാം. ഓക്കെ, റൂട്ടിനകത്ത് ഒരിക്കലും എന്ത് വരാൻ പാടില്ല? റൂട്ടിനകത്ത് ഒരിക്കലും നെഗറ്റീവ് വരാൻ പാടില്ല. റൂട്ടിനകത്ത് നെഗറ്റീവ് വന്നത് കോംപ്ലക്സ് നമ്പറാണ്. അപ്പൊ അഞ്ചാമത്തെ പാഠം നമുക്ക് പാഠത്തിന്റെ +1 പഠിക്കാനുള്ള അഞ്ചാമത്തെ പാഠത്തിന് ഒരു കോംപ്ലക്സ് നമ്പറാണ്. അതിൽ നമ്മൾ ഈ റൂട്ടിനകത്ത് മൈനസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ പഠിക്കും, എങ്ങനെ ചെയ്യും എന്നുള്ള അവിടെ പഠിക്കും. പക്ഷെ റൂട്ടിനകത്ത് നമുക്ക് എന്ത് വരാൻ പാടില്ല? മൈനസ് വരാൻ പാടില്ല. ഫംഗ്ഷന് എക്സിന് ഏതെങ്കിലും വാല്യൂ കൊടുക്കുമ്പോൾ റൂട്ട് ഫംഗ്ഷനാണ് വരുന്നതെങ്കിൽ, ഫംഗ്ഷൻ റൂട്ടിനകത്താണ് വരുന്നതെങ്കിൽ അതിനകത്ത് എന്ത് വരാൻ പാടില്ല? നെഗറ്റീവ് ഒന്നും വരാൻ പാടില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ കേസ് റൂട്ടിനകത്ത് വരുന്ന ഫംഗ്ഷൻ വരുമ്പോൾ അതിനകത്തുള്ള f of x ന്റെ വാല്യൂ ഒന്നി 0 വരാം, അല്ലെങ്കിൽ 0ത്തെക്കാട്ടും കൂടെ വരും. 0ത്തെക്കാട്ടും കുറവുള്ള ഒരു നമ്പരും വരാൻ പാടില്ല. ഇപ്പൊ എക്സാമ്പിൾ ആണ് ഞാൻ ക്വസ്റ്റ്യൻ എഴുതാം. നോക്കുക, f of x is equal to ടെസ്റ്റിനകത്തുള്ള ക്വസ്റ്റ്യൻ ആണ്. മുമ്പ് ഒരാളെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ടെസ്റ്റിനകത്തുള്ള ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതുകൊണ്ട് അത് തന്നേക്കാണ്. f of x is equal to റൂട്ട് 9 minus x square. ഓക്കെ, റൂട്ട് 9 minus x square എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഈ ഫംഗ്ഷന്റെ വാല്യൂ ഒരിക്കലും എന്താവാൻ പാടില്ല? ഇതിനകത്തുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് f of x എന്ന് പറയുന്നത് റൂട്ടിനകത്ത് കിടക്കുന്നത് ആരാണ്? 9 minus x square ആണ്. അപ്പൊ 9 minus x square 0 0ത്തെക്കാട്ടും എന്തോ ആയിരിക്കണം? കൂടുതലായിരിക്കും. 9 minus x squareന്റെ വാല്യൂ ഒന്നി 0 ആയിരിക്കണം, അല്ലെങ്കിൽ 0ത്തെക്കാട്ടും കൂടുതലായിരിക്കും. അപ്പൊ നമുക്ക് ഇതിനകത്തുള്ള മൈനസ് x squareന്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ 9 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എന്തിനാണ്? x square ആണ്. അപ്പൊ നമുക്ക് ഒന്ന് ഇക്വേറ്റ് ചെയ്ത് നോക്കുക. ഇവിടെ ഈക്വൽ ടു കൂടെ ഉണ്ടല്ലോ. അപ്പൊ x square ഈസ് ഈക്വൽ ടു എന്തിനാണ്? 9 ആണ്. അപ്പൊ x ന്റെ വാല്യൂ എന്താണ്? പ്ലസ് ഓർ മൈനസ് 3 ഇട്ട്. അപ്പൊ x ന് കൊടുക്കാൻ പറ്റുന്ന വാല്യൂ ആരൊക്കെയാണ്? 1 +3 മുതൽ -3 വരെയുള്ള ഏത് വാല്യൂ വേണമെങ്കിലും കൊടുക്കും. അപ്പോൾ ഡൊമൈൻ ആയിട്ട് വരുന്നത് എന്താണ്? -3 3. അതിന്റെ ഇടയ്ക്കുള്ള വാല്യൂ വരത്തുള്ളൂ. ഓക്കെ, ഇങ്ങനെയുള്ള വെർഷൻ. ഓക്കെ, 9 minus x square എന്ന വെർഷൻ. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? അപ്പൊ ഇത് ഞാൻ പറയാം, ഈ -3ക്കും 3ക്കും ഇടയിലുള്ള ഏത് വാല്യൂ കൊടുത്താലും ഈ ഫംഗ്ഷന്റെ വാല്യൂ റൂട്ടിനകത്ത് ഒന്നി 0 ആയിരിക്കും, അല്ലെങ്കിൽ പോസിറ്റീവ് നമ്പർ ആയിരിക്കും. അപ്പൊ -3 കൊടുത്താൽ -3ന്റെ സ്ക്വയർ എത്രയാണ്? 9. 9 ന് 9 കുറച്ചാൽ 0, കുഴപ്പമില്ല. 3 കൊടുത്താൽ 3ന്റെ സ്ക്വയർ എത്രയാണ്? 9. 9 ന് 9 കുറച്ചാൽ 0, അപ്പൊ അത് കുഴപ്പമില്ല. അതിന്റെ ഇടയ്ക്കുള്ള വാല്യൂ കൊടുത്താലും കുഴപ്പമില്ല. പക്ഷെ 3നെക്കാട്ടും കൂടുതൽ ഏത് നമ്പറുകൾ കൊടുത്തു നോക്ക്. 3നെക്കാട്ടും കൂടുതൽ നമ്പർ ഏതാണ്? 4. 9 ന് 4ന്റെ സ്ക്വയർ 16. 9 ന് 16 കുറച്ച് അകത്ത് എന്താവും? റൂട്ടിനകത്ത് എന്ത് വരും? നെഗറ്റീവ് വരും. നെഗറ്റീവ് ഒരിക്കലും വരാൻ പാടില്ല. ഒരു -4, 3നെക്കാട്ടും ബേക്കിലോട്ടുള്ള -4 കൊടുക്കാം. -4ന്റെ സ്ക്വയർ എത്ര? 16. 9 ന് 16 കുറച്ച് എത്ര കിട്ടും? -8 കിട്ടും. അപ്പൊ -7 കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ അങ്ങനെയുള്ള വാല്യൂ ഒന്നും റൂട്ടിനകത്ത് വരാൻ പാടില്ല. അപ്പൊ ഡൊമൈൻ ആയിട്ട് നമുക്ക് -3 3 അത് രണ്ട് ഇൻക്ലൂഡിംഗ് ആണ്. അതുകൊണ്ടാണ് ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഇട്ടത്. ഓക്കെ, വേറൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. സെയിം ക്വസ്റ്റ്യൻ അല്ല, ചെറുതായിട്ടൊന്ന് മാറ്റി പിടിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, ഈ 9 - x square എന്നുള്ള സ്ഥാനത്ത് നമുക്ക് 25 - x square.
നിങ്ങൾക്ക് തന്നെ ഇപ്പൊ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും ഡൊമൈൻ എന്താണ്. അപ്പൊ എത്ര 25 - x² ആരെക്കാട്ടും കൂടുതലായിരിക്കണം? ആ പൂജ്യത്തെക്കാട്ടും കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ ഇതിനെ അപ്പുറത്തുണ്ടോ എത്ര 25 is equal to എത്ര 25 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എത്രയാണ് x². അപ്പൊ x² ആർക്ക് ഇക്വേറ്റ് ചെയ്യാം? 25 ഈക്വൽ ടു ഉള്ളതുകൊണ്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ x ന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കുമ്പോൾ പ്ലസ് ഓർ മൈനസ് 5 ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ചോദ്യത്തില് ഡൊമൈൻ ആയിട്ട് വരുന്ന ആരാണ്? ഒന്നി -5 വരാം, അല്ലെങ്കിൽ 5 വരാം. അതിന്റെ ഇടയ്ക്കുള്ള എല്ലാം വരാം. അതിന്റെ 5-നെക്കാട്ടും മുകളിലോട്ടും -നെക്കാട്ടും ബാക്കിലോട്ടൊന്നും ഒരു വാല്യൂവും വരാൻ പാടില്ല ഡൊമൈൻ ആയിട്ട്. ഓക്കെ, ഇതാണ് ഈ ഫോമിൽ തന്നു കഴിഞ്ഞാൽ എങ്ങനെ ആൻസർ ഡൊമൈൻ കണ്ടുപിടിക്കുന്ന ഈ രീതിയിലാണ്. അപ്പൊ അടുത്തതായിട്ട് ഒരു √(x - 2) എന്നൊരു ഫംഗ്ഷൻ. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ഈ ഫംഗ്ഷന്റെ ഡൊമൈൻ ഒന്ന് കണ്ടുപിടിക്കാം. നോക്കുക, ഈ ഫംഗ്ഷന്റെ f(x) ന്റെ വാല്യൂ ആരെക്കാട്ടും കൂടുതലാണോ? ഒന്നി 0-0ത്തെക്കാട്ടും കൂടുതലാണ്. അപ്പൊ f(x) ആയതുകൊണ്ട് x - 2 ആണ്. അപ്പൊ x - 2ന്റെ വാല്യൂ 0ത്തെക്കാട്ടും കൂടുതലാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ -2 അപ്പുറത്ത് കൊണ്ടുപോയാൽ ഇതാണ്. ഓക്കെ, -2 അപ്പുറം +2. അപ്പൊ x ന്റെ വാല്യൂ ഒന്നി 2 ആയിരിക്കണം, അല്ലെങ്കിൽ 2-നെക്കാട്ടും കൂടുതലുള്ള ഏത് വാല്യൂവും കൊടുക്കാം. അങ്ങനെ അപ്പൊ 2, x ന് 2 കൊടുത്താൽ 0, 2 കഴിഞ്ഞിട്ട് 3, 4, 5, 6 ഏത് വേണം നമ്പർ കൊടുത്താലും റൂട്ടിനകത്ത് എന്ത് നമ്പർ വരുന്നത്? 3 -2 1, 4 - 2 2. അപ്പൊ റൂട്ടിനകത്ത് പോസിറ്റീവ് വരണം. അപ്പൊ 2 ആണ് മിനിമം കൊടുക്കാൻ പറ്റുന്ന വാല്യൂ. 2 കഴിഞ്ഞ് ഏത് വാല്യൂ വേണം ഡൊമൈൻ ആയിട്ട് കൊടുക്കും. അപ്പൊ 2-ന് താഴെയുള്ള ഒരു വാല്യൂ കൊടുക്കും. 2-ന് താഴെയുള്ള മൈനസ് എന്ന് കൊടുക്കുകയായിരുന്നു. അപ്പൊ അതിനകത്ത് എന്തായി പോകും? ആ റൂട്ടിനകത്ത് മൈനസ് ആണ് വരുന്നത്. അപ്പൊ x ന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ വാല്യൂ ഈ -2 അപ്പുറം പോകുന്നതാണ് +2 ആവുന്നത്. അപ്പൊ x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. അപ്പൊ ഒന്നി x ന് 2 കൊടുക്കാം, അല്ലെങ്കിൽ 2-നെക്കാട്ടും കൂടുതലുള്ള ഏത് നമ്പർ വേണമെങ്കിലും എന്ത് ചെയ്യാം? x ന് കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ഡൊമൈൻ ആയിട്ട് വരുന്നത് 2 മുതൽ അങ്ങോട്ടുള്ള എല്ലാ വാല്യൂ. ഇതാണ് അതിന്റെ ഡൊമൈൻ. 2 ഭാഗം ഇങ്ങനെ എഴുതിയാലും ശരിയാണ്, ഇങ്ങനെ എഴുതിയാലും ശരിയാണ്. 2 കൂടുതൽ അങ്ങോട്ടുള്ള എല്ലാ പോസിറ്റീവ് നമ്പേഴ്സും ആണെങ്കിലും കൊടുക്കും. വേറെ ഫസ്റ്റ് ഇതേ കണക്ക് തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. f(x) = എന്തിനാണ്? x - 5 എന്ന് വെച്ചു. ഓക്കെ, അപ്പൊ ഇതിൽ തന്നെ നമുക്ക് കിട്ടും f(x) ന്റെ വാല്യൂ ആരെക്കാട്ടും കൂടുതലാണോ? 0 അല്ലെങ്കിൽ 0-ത്തെക്കാട്ടും എന്താവണം? കൂടുതലാണ്. x - 5ന്റെ വാല്യൂ ആരെക്കാട്ടും കൂടുതലാണോ? 0-ത്തെക്കാട്ടും കൂടുതലാവണം. അപ്പൊ x ഈ -5 അപ്പുറം പോകുമ്പോൾ എന്തിനാവും? 5 ആവും. അപ്പൊ x ന്റെ വാല്യൂ ഒന്നി 5 ആവണം, അല്ലെങ്കിൽ 5-നെക്കാട്ടും കൂടുതലാണ്. അപ്പൊ 5-നെക്കാട്ടും കുറഞ്ഞു കഴിഞ്ഞാൽ റൂട്ടിനകത്ത് എന്ത് വരും? ആ നെഗറ്റീവ് നമ്പർ വരും. അപ്പൊ ഡൊമൈൻ എന്ന് പറയുന്നത് എന്താണ്? ഒന്നി 5 ആവാം, അല്ലെങ്കിൽ 5 തൊട്ട് അങ്ങോട്ടുള്ള ഏത് പോസിറ്റീവ് നമ്പേഴ്സ് വേണമെങ്കിലും ആവാം. ഓക്കെ, അങ്ങനെയാണ് ഈ ടൈപ്പ് ഫംഗ്ഷന്റെ ഡൊമൈൻ കണ്ടുപിടിക്കുന്നത്. അങ്ങനെയാണ്. ഓക്കെ, അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് √3 - ഓക്കെ, ഈ 3 - x-ല് 3 - x ന്റെ വാല്യൂ ആരെക്കാട്ടും കൂടുതലായിരിക്കണം? 0-ത്തെക്കാട്ടും കൂടുതലായിരിക്കണം. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമ്മൾ കാണാവുന്നത് അറിയാം, x ന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും മിനിമം വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, x ന് 3 കൊടുക്കുക. x ന് 3 കൊടുത്താൽ ഈ ഫംഗ്ഷന്റെ വാല്യൂസ് ഈ റൂട്ടിനകത്ത് 0 വരും. 3 കഴിഞ്ഞ് അങ്ങോട്ടുള്ള ഒരു വാല്യൂ കൊടുക്കാൻ പറ്റത്തില്ല. 3 കഴിഞ്ഞ് 4 കൊടുക്കാൻ പറ്റത്തില്ല. 4 കൊടുത്താൽ 3 - 4 റൂട്ടിനകത്ത് എന്ത് വരും? മൈനസ് വരും. ഓക്കെ, 5 കൊടുത്താലും മൈനസ് വരും. അപ്പൊ 3 ആണ് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും മാക്സിമം വാല്യൂ. പിന്നെ ബാക്കിലോട്ടുള്ള ഏത് നെഗറ്റീവ് വാല്യൂ ആണോ? ഇവിടുത്തെ ഡൊമൈൻ എന്ന് പറയുന്നത് തിരിച്ചാണ്. നേരത്തെ പ്രശ്നം തിരിച്ചാണ് വരുന്നതെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് -∞ മുതൽ 3 വരെ കൊടുക്കും. ഓക്കെ, നെഗറ്റീവ് നമ്പർ ഏത് കൊണ്ടെന്ന് കൊടുക്കാം, പക്ഷേ 3 വരെ കൊടുക്കാൻ പറ്റും. 3-ന് മേലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കൊടുക്കാൻ പറ്റത്തില്ല. എന്ത് കൊടുത്താൽ റൂട്ടിനകത്ത് നെഗറ്റീവ്. അടുത്ത f(x) = √, ഒരു 4 - x എന്ന് എടുക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് x ന് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം വാല്യൂ 4 ആണ്. 4 കഴിഞ്ഞിട്ട് അങ്ങോട്ടുള്ള ഒരു വാല്യൂ x ന് കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷെ ബാക്കിലോട്ടുള്ള ഏത് വാല്യൂ വേണമെങ്കിലും കൊടുക്കും. ഇവിടെ ഈ ഡൊമൈൻ എന്ന് പറയുന്നത് എന്തിനാണ്? -∞ മുതൽ 4 വരെ. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ഒരു ഫംഗ്ഷൻ. വേറൊരു ടൈപ്പും കൂടെ ഉണ്ട്, ശ്രദ്ധിച്ചിരിക്കുക. വേറൊരു ടൈപ്പ് √(x²-9). നേരത്തെ ഇതേ കണക്കൊരു ഫംഗ്ഷൻ നിങ്ങൾക്ക് തന്നായിരുന്നു. അപ്പൊ x²-9ന്റെ വാല്യൂ 0-ത്തെക്കാട്ടും കൂടുതലായിരിക്കാം. അപ്പൊ നമുക്ക് x²-9 അപ്പുറം പോകുമ്പോൾ 9 ആവും. അപ്പൊ x ന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് നേരത്തെ കണക്ക് +or-3. ഇപ്പൊ x²-9 എന്ന ഫോമിലാണ് തന്നിരിക്കുന്നത് എങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചാല്, ഇതിനകത്ത് നമുക്ക് വാല്യൂ കൊടുക്കുക. ഈ 3 നമുക്ക് കിട്ടിയ നമ്പർ ലൈൻ നമ്മൾ എടുക്കുകയാണ്. -3 3, ഇങ്ങോട്ട് -∞ ആണ്, ഇങ്ങോട്ട് ∞ ആണ്. അപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത് എങ്കിൽ നമുക്ക്
ഇതിന്റെ അകത്തുള്ള ഒരു വാല്യൂ കൊടുക്കാൻ പറ്റത്തില്ല. -3നും 3നും ഇടയ്ക്കുള്ള ഒരു വാല്യൂ കൊടുക്കാൻ പറ്റത്തില്ല. ഇങ്ങോട്ടുള്ള എല്ലാ വാല്യൂ കൊടുക്കുക, ഇങ്ങോട്ടുള്ള എല്ലാ വാല്യൂ നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷെ ഇതിന്റെ ഇടയ്ക്കുള്ള വാല്യൂ ഇവിടെ കൊടുത്താൽ ഈ റൂട്ടിനകത്ത് നെഗറ്റീവ് വരും. കാരണം കണ്ടോ x² -9 ആണ്. ഓക്കെ, എക്സാമ്പിൾ ഞാൻ 2 കൊടുക്കുകയാണ്. 2ന്റെ സ്ക്വയർ എത്രയാണ്? 4. 4 - 9 എത്രയാണ്? -5. അപ്പൊ അത് കൊടുക്കാൻ പറ്റും. ഇങ്ങനെയുള്ള ഫംഗ്ഷന്റെ ഡൊമൈൻ ചോദിക്കാനൊക്കെ ചാൻസ് വളരെ കുറവാണ്. ഡൊമൈൻ എന്ന് പറയുന്നത് -∞ തൊട്ട് -3 വരെ വരും. പിന്നെ ആരും വരും 3 മുതൽ എന്ത് വരെ വരും? ഇൻഫിനിറ്റി വരെ വരും. ഇങ്ങനെയുള്ള ഫംഗ്ഷന്റെ ഡൊമൈൻ ഇതായിരുന്നു. ഓക്കെ, വേറെ ഒന്നും കൂടെ നമുക്ക് പരിചയപ്പെടാം. ശ്രദ്ധിച്ചിരിക്കുക. f of x is equal to root of എത്ര? x² -16. ഓക്കെ, അപ്പൊ ഇവിടെ ആണെങ്കിൽ നമുക്ക് x ന്റെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ +or-4 അവിടെ വരും. അപ്പൊ നമുക്ക് ഈ നമ്പറിലേക്ക് വരയ്ക്കുമ്പോൾ അവിടെ -4 4. ഇങ്ങോട്ട് എന്തിനാണ്? നെഗറ്റീവ് ഇൻഫിനിറ്റി ആണ്, അങ്ങോട്ട് എന്താണ്? പോസിറ്റീവ് ഇൻഫിനിറ്റി ആണ്. അപ്പൊ അവിടുത്തെ ഡൊമൈൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് എഴുതണം? -∞ തൊട്ട് -4 വരെ യൂണിയൻ 4 മുതൽ ഇൻഫിനിറ്റി വരെ. ഓക്കെ, ഈ രീതിയിലാണ്. അപ്പൊ റൂട്ടിന് തന്നെ പ്രധാനപ്പെട്ട 4 രീതികൾ റൂട്ടിനുണ്ട്. ഒന്ന് x² -9, അല്ലെങ്കിൽ തിരിച്ച് 9 - x², പിന്നെ x - 2 2 - x. അപ്പൊ അങ്ങനെ ആ 4 രീതികളാണ് പറയുന്നത്. 4 രീതിക്ക് ഒരൊറ്റ മെത്തേഡ് ഫോളോ ചെയ്താൽ നമുക്ക് പഠിക്കാൻ പറ്റും. ഏറ്റവും പാടുള്ള മെത്തേഡാണ് ഇത്. അങ്ങനെ ചോദിക്കാറ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിന്റെ അകത്ത് x ഇട്ട് കൊടുക്കുമ്പോൾ ഏതൊരു വാല്യൂ ഇട്ട് കൊടുത്ത് നെഗറ്റീവ് ആകുമെന്ന കൺസെപ്റ്റ് കൊടുത്ത് മനസ്സിലാക്കിയിരിക്കും.